വേണ്ടിയും രണ്ട് വാക്ക് സംസാരിക്കാനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മേജർ രവി സാറിനെ ആദ്യം ക്ഷണിച്ചോളുന്നു. സാർ പ്ലീസ്. ചേട്ടനുണ്ടെങ്കിൽ ദിവ്യ ചേച്ചിക്ക് ഒരു ധൈര്യം ഉണ്ടാവും. ചേച്ചി വരും, ഞാൻ അങ്ങോട്ട് വന്ന് ചേച്ചിയെ വിളിക്കാം. ഇല്ല, നീതു മാം ചോദിച്ചതുപോലെ എന്ത് ഈ ഒരു പേർപ്പിൾ ബാൻഡ് തുടങ്ങാൻ ഇത്ര വൈകി മതി ചേട്ടാ? എനിക്ക് ഒരു മൈക്ക് കൂടെ കിട്ടുമോ ചേച്ചിക്ക് കൊടുക്കാനായിട്ട്? ഒരു മൈക്ക് കൂടെ. അപ്പം മതിച്ചേട്ടാ, എന്ത് ഈ ഒരു പേർപ്പിൾ ബാൻഡ് തുടങ്ങാനായിട്ട് ഇത്രയും വൈകി? നമ്മൾ ആരാധകർ ഒരുപാട് കാത്തിരുന്ന ഒരു കാര്യമാണ്. മധുചേട്ടനിൽ നിന്ന് മധുചേട്ടൻ്റെ ഓൺ ഹൗസിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് അല്ലേ? പേർപ്പിൾ ബാൻഡിന് ഒരു കൈയടി നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കാമോ? താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയ്ക്ക് സിനിമയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല ഇന്ന്. പെർഫോമൻസ് ഒരു ഹോളിവുഡ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ, ഇവിടുത്തെ സിനിമയും. കാരണം സിനിമയിലെ പാട്ടുകൾ കുറഞ്ഞു. പണ്ട് പാട്ടുകൾക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ പാട്ടുകൾ വളരെ എണ്ണം കുറഞ്ഞു വന്ന് ഇപ്പോൾ പല്ലവി, അനുപല്ലവി, ഇപ്പോൾ അവസാനം പല്ലവി മാത്രമായി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പുക പോലെ ഒരു പാട്ട് പോകും. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ടൈറ്റിൽ എഴുതി കാണിക്കാറില്ലേ? സിനിമ കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോവില്ലേ, ക്രെഡിറ്റ്സ് എഴുതി കാണിക്കില്ലേ? അപ്പോൾ ഒരു 10-15 പാട്ടുകളുടെ ലിസ്റ്റ് കാണാം. പക്ഷെ ആ പാട്ടൊന്നും നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇനി അതുപോലെ ആവും. അപ്പോൾ എന്തായാലും എല്ലാ ഗായകർക്കും ഗായികമാർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇത് ഇപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ ഞാനും ഇങ്ങനൊരു ബാൻഡ് തുടങ്ങി. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ ബാൻഡ് നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്, എല്ലാവരിലേക്കും. താങ്ക് യു മത്സേട്ടാ. അങ്ങനെ ഒരു ബാൻഡ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിൽ ഞങ്ങളാണ് ആക്ച്വലി താങ്ക് യു പറയുന്നല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഓരോ മധു ബാലകൃഷ്ണൻ ഫാൻസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ പറയട്ടെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി. ഇനി അടുത്തതായിട്ട് നമുക്ക് ദിവ്യ ചേച്ചിയോട് ചോദിക്കാം. കാരണം ഈ ഒരു പേർപ്പിൾ ബാൻഡിന് പേർപ്പിൾ എന്ന പേരിട്ടത് ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ ബ്രദറായിട്ടുള്ള വിഷ്ണു ചേട്ടനും കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എന്താ പറയുക, എഫേർട്ട്ലെസ്ലി ഇവർ വളരെ ബ്യൂട്ടിഫുള്ളി ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്യാവോസും സ്ട്രെസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയോടാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് ഈ ഒരു പേർപ്പിൾ ബാൻഡ് എന്ന ഈ ഒരു പേര് വന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു മാനേജിങ് പരിപാടിയൊക്കെ? ഇവയുടെ കൈ എപ്പോഴേ വേർത്തട്ടുണ്ടാവും. നമസ്കാരം. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് മധു ബാലകൃഷ്ണൻ എന്നുള്ളൊരു കലാകാരൻ തന്നെ ഉള്ളത്. മച്ചൻ്റെ അമ്മ, എൻ്റെ അച്ഛനമ്മ, എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഫുൾ ഫാമിലി, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും താങ്ക് യു പറയുന്നു. മധുച്ചേൻ്റെ എല്ലാ ഫാൻസിനെയും നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ഫാൻസിനോടും താങ്ക് യു സോ മച്ച്. പിന്നെ മീനാക്ഷി ചോദിച്ചത് പേർപ്പിൾ, മധുച്ചേൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് പേർപ്പിൾ. അപ്പം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ പേർപ്പിൾ കളർ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എയർപോർട്ടിലെ ഏപ്രിലില്ലേ, അതിൽ രാത്രി നമ്മൾ കാണാറില്ലേ ഒരു ബ്ലൂ ലൈറ്റ്, അതിലൊരു പർപ്പിളും ബ്ലൂവും കൂടി കാണും. ആ കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് ഉദ്ദേശിച്ചത് കവി. അപ്പോൾ ഇങ്ങനെ ബാൻഡിൻ്റെ പേരിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം MB മ്യൂസിക് ബാൻഡ് ബൈ മധു ബാലകൃഷ്ണൻ, അതായിരുന്നു MB എന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ റേഡിയോ മാംഗോ അങ്ങനെ ഓരോ ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കളറിനെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മധുച്ചേൻ്റെ ഫേവറേറ്റ് കളറായ പേർപ്പിൾ ചൂസ് ചെയ്തത്. മാത്രമല്ല പേർപ്പിളിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് ഈ
ചായങ്ങളൊക്കെ നാച്ചുറൽ ചായമുള്ള സമയത്ത് പേർപ്പിൾ വാസ് കൺസിഡേർഡ് ആസ് റോയൽ പീപ്പിളിന് മാത്രം കിട്ടുന്ന ഒരു കളറായിരുന്നു പേർപ്പിൾ. നൗ അവർ പേർപ്പിൾ ഈസ് ഫോർ ദി പീപ്പിൾ. അപ്പോൾ എല്ലാവരും പേർപ്പിളിനെ ഹാർട്ടിലേക്ക് എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഈ ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക് യു. പിന്നെ സ്പോൺസേഴ്സ് ഇല്ലാണ്ട് ഇങ്ങനെ ഷോ നടത്താൻ പറ്റില്ല. പിന്നെ കേർട്ടൻ റൈസ് ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സ്വരാജേട്ടൻ പറഞ്ഞു ഐ വിൽ ഡു ദാറ്റ്. അപ്പോൾ സ്വരാജേട്ടനും ലുലു ഗ്രൂപ്പിനും യൂസഫിക്കൊക്കെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ പേരും ചേച്ചി എല്ലാവർക്കും അമ്മായി അമ്മാവൻ പ്രഭ എല്ലാവർക്കും താങ്ക് യു. മണിയണ്ണ ചേട്ടനെ പ്രത്യേകം പറയാതെ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു ഫേമസ് സിംഗർ ചിത്ര ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഇന്ന് വന്ന എല്ലാവർക്കും താങ്ക് യു. ധന്യക്കുട്ടി, രവിചേട്ട, അനിത ചേച്ചിയായിട്ട് എനിക്ക് എല്ലാ ദിവസവും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി അധികം സംസാരിച്ച് നീട്ടുന്നില്ല, നമ്മൾ കാത്തിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് പോവാം. താങ്ക് യു സോ മച്ച്. പേടിയാണെന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയായിട്ടാണ് സംസാരിച്ചത് അല്ലേ? എന്നേക്കാളും രസമായിട്ട് സംസാരിച്ചത് വേണേ തോന്നുന്നു. ഞാൻ തന്നെ ഇപ്പൊ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ സംസാരിച്ചു എന്ന്. ശരിക്കും എങ്ങനെ സംസാരിക്കാറില്ല പൊതുവെ. കൈ മുഴുവൻ വേർത്ത് കുളിച്ചിരിക്കുകയാണത്, നനഞ്ഞിരിക്കുകയാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി അല്ലാണ്ട് നമ്മൾ ആരും ദിവ്യ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ദിവ്യ ചേച്ചി. നമുക്ക് പയ്യെ എന്തെങ്കിലും ഒരു സ്റ്റേജ് മച്ചായിട്ട് അങ്ങ് വിട്ടുകൊടുത്താലോ അല്ലേ? അപ്പോൾ ഇനി പർപ്പിൾ ഇസ് ഗോണ സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ. ആർ യു ഗൈസ് റെഡി? Thank you, Meenakshi. Thank you.